ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫൈസൽ അഞ്ചുകണ്ടൻ. വെൽക്കം ടു ഫുഡ് ആൻഡ് ഫ. എല്ലാവർക്കും ഫുഡ് ആൻഡ് ഫയുടെ ഒരു ഈവനിങ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തലശ്ശേരി തലായി ഫിഷറീസ് ഹാർബറിലാണ്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടത് തലശ്ശേരിയിലെ കടൽപ്പാലത്തിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ അല്ലെങ്കിൽ ഫിഷറീസ് ഹാർബറിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഈവനിങ് വ്ളോഗിലേക്ക് സ്വാഗതം. കേരള ഗവൺമെൻറ്റിൻ്റെ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു തുറമുഖമാണ് തലായി ഫിഷറീസ് ഹാർബർ. അപ്പോൾ പ്രധാനപ്പെട്ട 3 തുറമുഖങ്ങളാണ് കണ്ണൂർ ജില്ലയിലുള്ളത്. അതിൽപ്പെട്ട ഒന്നാണ് തലശ്ശേരി തലായി ഫിഷറീസ് ഹാർബർ. ഇത് തലശ്ശേരിയിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ നാഷണൽ ഹൈവേ 66 സഞ്ചരിച്ചു കഴിഞ്ഞാൽ എത്തിപ്പെടാം. അതുപോലെ മാഹി ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ ഏകദേശം 5 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് തലായി ഫിഷറീസ് ഹാർബറിൽ എത്താൻ പറ്റും. അപ്പോൾ പല ആളുകളും ഇതുപോലെ മത്സ്യബന്ധന തുറമുഖം ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അത്തരക്കാർക്കൊരു പുതിയ അനുഭവമായിരിക്കും ഇതുപോലുള്ളൊരു മത്സ്യബന്ധന തുറമുഖം കാണുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും മത്സ്യബന്ധനം ബോട്ടുകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ചെറു തോണികൾ, മോട്ടർ ഘടിപ്പിച്ചിട്ടുള്ള ചെറു തോണികൾ, പിന്നെ കുറച്ച് ദൂരെയായിട്ട് വലിയ ബോട്ടുകളും നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ലൈറ്റിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് എനിക്ക് ആ കാഴ്ചകളൊന്നും പകർത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് തലായി ഫിഷറീസ് ഹാർബറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഇവിടെ നിരനിരയായിട്ട് നങ്കൂരിട്ട് ദൂരെ കാണുന്നതൊക്കെ മത്സ്യബന്ധന ആവശ്യത്തിന് വേണ്ടിയുള്ള ബോട്ടുകളാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് കോസ്റ്റൽ സെക്യൂരിറ്റി പോലീസിൻ്റെ ബോട്ടാണ്. അപ്പോൾ ഈ ബോട്ടിന് ഇതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ടാവും. ഇതിനകത്ത് വയർലെസ് സംവിധാനം ഉണ്ടാവും, അതുപോലെ തന്നെ അലാം, അതുപോലെ തന്നെ സ്പീക്കർ സംവിധാനങ്ങൾ, മറ്റ് സംവിധാനങ്ങളൊക്കെ ഉള്ള ബോട്ടാണ്. അപ്പോൾ ഈ തീരദേശ സേന അല്ലെങ്കിൽ തീരദേശ നിയമപാലകർക്കായിട്ടുള്ള കേരള പോലീസിൻ്റെ ബോട്ടാണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. തുറമുഖത്തിൻ്റെ ഇടതുവശത്തായിട്ട് വലിയൊരു പുലിമൂട് പോലെ ഉണ്ടാക്കി ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പുറത്ത് നല്ലൊരു ശാന്തമായിട്ടുള്ളൊരു തീരം നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷനൊന്നും അല്ല, പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെയുള്ള ആളുകളൊന്നും വരുന്നൊരു ബീച്ചല്ല. അപ്പോൾ ഇവിടുത്തെ ആളുകൾ ആണ് ഈ തീരപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നത്. ഇവിടെ മത്സ്യബന്ധനത്തിനൊക്കെ പോകുന്ന ആളുകളുടെ വീടുകളാണ് ഇതിൻ്റെ തീരപ്രദേശത്തായിട്ടുള്ളത്. അപ്പോൾ മറുവശത്താണ് നമുക്ക് ഹാർബർ കാണാൻ സാധിക്കുന്നത്. തുറമുഖത്ത് മീൻ ബോട്ടുകളൊക്കെ അടുത്തതിൻ്റെ ലക്ഷണങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ധാരാളം ബോട്ടുകൾ ഇങ്ങനെ മീനുകളുമായിട്ടൊക്കെ അടുപ്പിക്കുന്നുണ്ട് കരയിൽ. അപ്പോൾ ഇവിടെ ഈ തിരമാലകളുടെ ശല്യം ഇല്ലാതിരിക്കാനായിരിക്കും അതുപോലെ പുലിമൂട് പോലെയൊക്കെ നിർമ്മിച്ച് അതുപോലെ തിരകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ് ഇത്തരം ഹാർബറുകൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഫിഷർമാൻ സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ കമൽ, അതുപോലെ തന്നെ അനിലേട്ടനൊക്കെ. അപ്പോൾ നമുക്ക് ഇവരോട് ചോദിക്കാം ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ. നിങ്ങൾ സാധാരണ എത്ര മണിക്കാണ് ഇവിടെ ബോട്ടായിട്ട് കടലിൽ പോകാറുള്ളത്? വെളുപ്പിന് 3-4 മണിക്ക് പോകും അല്ലേ? അപ്പോൾ തിരിച്ച് മടങ്ങി വരല് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരമല്ലോ. നമുക്ക് മീനിന് പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന അനുസരിച്ച് നമ്മൾ അടുപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഭക്ഷണവും സാധനങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങൾ പോകാറുള്ളത്. ഇപ്പോൾ എങ്ങനെ മീനൊക്കെ അവൈലബിൾ ആണോ? അങ്ങനെ കൂടുതൽ എന്നാലും ഒരു ജീവിത മാർഗത്തിന് വേണ്ടി ഇവിടെയുള്ള മാർക്കറ്റിലേക്കാണ് സാധാരണ പോകുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു കോഴിത്തീറ്റ എന്നൊരു സംഭവമുണ്ട്. അത് മംഗലപുര ഉള്ളാളോ അവിടെയാണ് കൊണ്ടുപോകും. അത് ബോട്ടുകാർ മീനായാലും മറ്റുള്ള പിന്നെ പരമ്പരാഗത മത്സ്യത്തിലുള്ള ഇതുണ്ട്. കണ്ടെയ്നർ ലോറിയിലാണ് കയറ്റിയിട്ട് കൊണ്ടുപോകും. പിന്നെ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിലേക്കും പോകുന്നു. ലോക്കൽ മാർക്കറ്റിലും മാർക്കറ്റിൽ ചെറിയൊരു നമ്മുടെ യങ് ആയിട്ടുള്ള ഫിഷർമാൻ ആണ് കമ്മല്. എങ്ങനെയുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ്? അടിപൊളിയാണ്. ഓക്കെ, എൻജോയ് ചെയ്യാറുണ്ട് ജോലിയൊക്കെ? ജീവിക്കാൻ വേണ്ടിട്ടല്ലേ, എൻജോയ് ചെയ്യാറുണ്ട് അല്ലേ? ജീവിതമല്ലേ. അപ്പോൾ തരക്കേടില്ലാത്ത രീതിയിൽ ഇപ്പോൾ കുറച്ച് പണിയുണ്ട്. ഈ വർഷം കുറച്ച് തരക്കേടുള്ള രീതിയിൽ പോയിട്ടുണ്ട്. ഈ കോവിഡ് സീസണിൽ ലോക്ക്ഡൗൺ ഉണ്ടായ സമയത്ത് നമുക്ക് കുറേ 2 മാസം നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അത് ലോക്ക്ഡൗൺ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പണിക്ക് പോകാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പം പറഞ്ഞാൽ മീൻ നമുക്ക് കിട്ടുന്നുണ്ട്.
പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഉണക്കമീനിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള എന്തെങ്കിലും അറേഞ്ച്മെന്റ് അത് ഇവിടെ അല്ല. വളരെ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. സുലഭമായി ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് അതിന് നമുക്കൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. അവിടെയാണ് ഇപ്പോൾ നമ്മളെ തീരദേശ പോലീസ് സ്റ്റേഷൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ ചില മീനുകൾ കുറഞ്ഞ ശേഷം ഈ ഉണക്കമീൻ്റെ ഇതെല്ലാം നമ്മളെടുത്ത് പോയി വിട്ടുപോയി. ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തുള്ള സഹകരണമൊക്കെ എങ്ങനെ നിങ്ങൾക്ക്? അത് നല്ല സഹകരണം. നമ്മൾ ജോലിക്ക് പോകുന്നതനുസരിച്ച് അവർ നമ്മളോട് നല്ല സഹകരണം പോകുമ്പോൾ അങ്ങനെ നമുക്ക് ഇപ്പോൾ കൊറോണ ഉണ്ടായിട്ട് പോലും നമ്മളങ്ങനെ അവരെ ബുദ്ധിമുട്ടിച്ചില്ല. അല്ലെങ്കിൽ അവർക്കറിയാം നമ്മുടെ ജീവിതമാർഗ്ഗം ഇതാണ്. അപ്പോൾ ഈ നമ്മളെ തൊഴിലിൽ ഒരു നിത്യമായ ഒരു സമയം നമുക്ക് ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും സമയത്തായിരിക്കും മീൻ വരിക, സമയത്ത് നമുക്ക് പോകണം. നമുക്ക് പുറമേ നിന്ന് ആളുകൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലെ സാധാരണക്കാർ വന്നു കഴിഞ്ഞാൽ കുറഞ്ഞ അളവിലൊക്കെ നമുക്ക് ഇവിടുന്ന് ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടുമല്ലേ അല്ലേ? അപ്പോൾ അത് നമ്മൾ മൊത്തത്തിൽ മേടിക്കണോ അതോ അങ്ങനെ തൂക്കി മേടിച്ചിട്ട് എങ്ങനെയാണ് എങ്ങനെയാണ് ആവശ്യക്കാരെങ്ങനെയാണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ കിട്ടും? ഫ്രഷ് ആയിട്ട് ഐസ് ഇടാത്ത മീൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഐസ് മാത്രമല്ല, ഇപ്പോൾ ഇത് മീൻ ചീത്താതിരിക്കാൻ വേണ്ടി പല അതൊന്നും ഇവിടെ ഒന്നും ചേർക്കാത്ത ഫ്രഷ് മീൻ. അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് മീൻ ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഐസൊന്നും ചേർക്കാത്ത, അതുപോലെ തന്നെ കെമിക്കൽസ് ഒന്നും ചേർക്കാത്ത ഡയറക്റ്റ് ബോട്ടിൽ നിന്ന് തന്നെയാണ് ഇവർ വിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വേണം മൊത്തമായിട്ടും കൊടുക്കാം, അല്ലെങ്കിൽ തൂക്കിയിട്ട് എത്ര വേണ്ട വെച്ചാൽ അവർക്ക് കിട്ടും. ഐസ് ഇടാത്ത മീൻ തന്നെ ഉണ്ട്. ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നും. ഇപ്പോൾ ഇവിടെ മലയാളികൾ കൂടാതെ തന്നെ ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ടോ ഈ നിങ്ങളെ കൂടെ ഇവിടെ? നേരത്തെ ഉണ്ടായിരുന്നു, നേരത്തെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഇതിവിടെ നമ്മളെ പിന്നെ തമിഴ് ഇവിടെ കന്യാകുമാരി അങ്ങോട്ട്, അത് തിരുവനന്തപുരം കഴിഞ്ഞിട്ടുള്ള അങ്ങോട്ടുള്ള തമിഴ്നാട്ടിലെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ പിന്നെ ഒരു കൃത്രിമ രീതിയിലാണ് മീൻ പിടിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നമ്മളെ പരമ്പരാഗത തൊഴിലിന് അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എല്ലാവരും കൂടി ആലോചിച്ച് ഇവർ തുടർന്ന് ഇവിടുന്ന് നമ്മളെ ഈ സമ്പത്ത് അവർ കൊണ്ടുപോകുന്നുണ്ട്. അത് നല്ല മാർഗത്തിൽ പിടിക്കാൻ തന്നെ ഇപ്പോൾ പ്രശ്നമില്ല. അവർ കൃത്യമായ ഒരു പാലുണ്ടാക്കുക, എന്നിട്ട് അതിൽ കൂട്ടമായിട്ട് മീൻ പോയി നിൽക്കുക. അപ്പോൾ എന്നിട്ട് അതുകൊണ്ട് അവർ പോവുക. നമുക്ക് നാട്ടിലെ പണിയെടുക്കുന്നവർക്ക് ഇത് ഒന്നും എന്നിട്ട് അവർ നമ്മൾ ഒഴിവാക്കേണ്ട വന്ന്. കാരണം നമ്മൾ ഇവിടുന്ന് തൊഴിലെടുക്കുന്നവർക്ക് പണി തൊഴിലില്ല, അതുകൊണ്ട് ഇവർ പോകുന്നു. പിന്നെ എന്ന് വെച്ചാൽ കുറച്ച് നേരത്തെ ഇപ്പോൾ കൊറോണ എല്ലാം വരുന്നതിന് മുമ്പേ പിന്നെ ഒറീസയിൽ നിന്നും അതുപോലെ UP നിന്ന് ആൾക്കാർ ഇവിടെ നിന്ന് പണിയെടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം ഈ കൊറോണ വന്ന ശേഷം നമ്മൾ അവരെല്ലാം കുറേ ആൾക്കാരും ഒഴിവാക്കി. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാരാണ് ഇപ്പം പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള മീൻ വാങ്ങാനൊക്കെ ഇവർ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ സീസൺ അനുസരിച്ച് വരാവുന്നതാണ് അല്ലേ? അപ്പോൾ സാധാരണ മീനൊക്കെ ഇവിടെ വരുന്നത് വൈകുന്നേര സമയങ്ങളിൽ, ഉച്ച സമയങ്ങളിലല്ലേ? അങ്ങനെയൊന്നുമല്ല, രാവിലെ മുതലേ ഉണ്ടാവും. രാവിലെ മുതലേ വന്നാലും ഉണ്ടാവും. 8 മണി മുതൽ. ഓക്കെ. പിന്നെ ഒരു 11 മണി മീനുണ്ടാവും. അതിനുശേഷം ഒരു ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഓക്കെ. ഇനി അവിടെ ഒരു വലിയൊരു ബോട്ട് തീരാണഞ്ഞിട്ടുണ്ട്, അതിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ആ ബോട്ടിൽ നിന്ന് ഇറക്കിയിട്ടുള്ളതാണ് ഈ മീനുകളൊക്കെ. അത് ചോദിച്ചപ്പോൾ എന്തൊരു പാര എന്ന് പറഞ്ഞ ഒരു മീനാണ് ഇത്. ഒരു ചെറിയ അയലപ്പാരയൊക്കെ പോലുള്ള ഒരു മീനാണ്, മുള്ളൻ പോലൊക്കെ ഉള്ള ഒരു മീനാണ്. അപ്പോൾ ഇത് ധാരാളം വന്നിട്ടുണ്ട്, പെട്ടിക്കകത്ത് ഇങ്ങനെ നിറച്ചിരിക്കുകയാണ്. അപ്പോൾ സ്പോട്ടിൽ തന്നെ ഇത് ചെറിയ ലോറികളിലായിട്ട് കയറ്റിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇവിടുന്ന്. ഓ ഫ്രണ്ട്സ് കണ്ടില്ലേ, ഈ ബോട്ട് മുഴുവൻ ഈ മീനാണ് കേട്ടോ. ഇത് ധാരാളമായിട്ട് വന്നത്. ഇതാണ് നേരത്തെ ചേട്ടൻ പറഞ്ഞിട്ടുള്ള കോഴിത്തീറ്റ എന്ന് പറയുന്ന മീൻ. അപ്പോൾ ഇന്ന് വന്ന മീനുകളിൽ പ്രധാനപ്പെട്ടത് ഇന്ന് കൂന്തളാണ്, സ്ക്വിഡ്. അപ്പോൾ ഇവിടെ കൂന്ത എന്നാണ് ഇവർ പറയുന്നത് ഈ വലിപ്പമുള്ളതിന്. വലിയതിന് ഇവർ കണവ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ കണവ, അതുപോലെ തന്നെ തെണ്ട എന്ന് പറഞ്ഞ മീൻ, കൂന്തൾ, അതൊക്കെയാണ് ഇന്ന് വന്നതിൽ പ്രധാനപ്പെട്ട ഐറ്റംസ് കിട്ടുക. അപ്പോൾ ഇത്രയും നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന വേറെ ഇടം ഈ തലശ്ശേരിയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് കണ്ടില്ല, ഡയറക്റ്റായിട്ട് അവർ ബോട്ടിൽ നിന്ന് മാറ്റിയിട്ട് ഇതുപോലെ ചെറിയ തോണിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് ഇവിടെ വെച്ച് തന്നെ ഇതുപോലെ ചെറിയ കൊട്ടകളാക്കിയിട്ട് ഉള്ളത്, ചെറിയ അളവിലുള്ളതൊക്കെ ഇവിടെ നിന്ന് ലേലം വിളിച്ച് കൊടുക്കുന്നുണ്ട്, ചില്ലറ വിൽപ്പനയ്ക്കായിട്ട്. അതുപോലെ കൂടുതൽ അളവിലുള്ളതൊക്കെ ഇവർ മറ്റ് മാർക്കറ്റുകളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് ലേലം വിളിച്ചും മേടിക്കാം, അല്ലെങ്കിൽ നമുക്ക് തൂക്കി മേടിച്ചിട്ടും വാങ്ങാവുന്നതാണ്. ഇത് കണ്ടോ, ഇവിടെ വലിയൊരു ചെമ്പല്ലി കിടക്കുന്നുണ്ടല്ലേ, നല്ല ഫ്രഷ് ചെമ്പല്ലി. ഇത്ര വലിയ ചെമ്പല്ലി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. സാധാരണ ചെറുതൊക്കെയാണ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കാറ്. നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു ചെമ്പല്ലി. അതുപോലെ തന്നെ കണ്ടോ, നല്ല കോലി മീൻ, നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല കൂർത്ത കോലുകളൊക്കെ ആയിട്ടുള്ള അടിപൊളി ഫ്രഷ് മീനാട്ടോ. ഐസൊന്നും ഇട്ടിട്ടില്ല, കെമിക്കൽസ് ഒന്നും ചേർക്കാത്ത മീനാണ്.
അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ലേലം വിളി അതുപോലെ തന്നെ തൂക്കി വിൽക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാശായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ കൊണ്ടുപോകട്ടെ ഫ്രണ്ട്സ്. നേരത്തെ ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ 3-4 വർഷമായിട്ട് നമ്മുടെ കേരള തീരത്ത് നിന്ന് മത്തി എന്ന് പറയുന്ന മീൻ വളരെയേറെ അപ്രത്യക്ഷമായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവരുടെ പരമ്പരാഗത മത്സ്യസമ്പത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മത്തി ധാരാളമായിട്ട് ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ നല്ല ജോലി ഉണ്ടാകും, അല്ലെങ്കിൽ നല്ല ബിസിനസ് ഉണ്ടാകും എന്നാണ് ഇവരുടെ കണക്ക്. അപ്പോൾ മത്തി ഇവിടെ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ കഴിക്കുന്ന മത്തിയൊക്കെ അത് പുറം നാട്ടിൽ നിന്ന് വരുന്നതാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും അതുപോലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സൂര്യൻ ഏകദേശം അസ്തമിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിട പറയുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈവനിങ് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഫുഡ് ആൻഡ് ഫൈൽ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് എൻജോയ് വാച്ചിങ് ഫുഡ് ആൻഡ് ഫൈൽ.